Students, now we have module 4 of advanced topology, which contains two portions. One is on nets and the other one is on homotopy. Definition and convergence of nets from one text of Introduction of General Topology written by K.D. Joshi. And the other section, only this section, is from another text. Homotopy is from Topology by James R. Mungers. ഈ ഒരു ഭാഗം മാത്രം ജെയിംസ് മംഗേഴ്സിന്റെ ടോപ്പോളജിയുടെ ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഹോമോട്ടോപ്പി ഓഫ് പാത്സ് മാത്രം. ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ നെറ്റ്സ്. ആൻഡ് ബിഫോർ ഡിഫൈനിങ് നെറ്റ്സ് വി നീഡ് എ കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റഡ് സെറ്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ നെറ്റ്സ്. ആൻഡ് ദർ ആർ some theorems on definition of convergence of nets and some theorems on convergence of subnets, etc. and convergence of nets. So first we are going to define a directed set. Directed set. Directed set is a pair. There is a set and the set is denoted by D, and for direction there is say a relation, and we denote the relation by this symbol greater than or equal to. This is not the usual symbol of comparison in the real line. Real line ulla 2 greater than or equal to 2 greater than 5 എന്നൊക്കെ പറയുന്ന ആ സിമ്പിൾ അല്ല. നമുക്കറിയാം, നിങ്ങൾ സിമ്പിൾസ് പലയിടത്തും പല സെൻസിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. സോ ഡയറക്റ്റഡ് സെറ്റ് ഈസ് എ പെയർ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേർ ഡി ഈസ് നോൺ എംപ്റ്റി. ഈ സെറ്റിൽ കുറച്ച് പോയിന്റ്സ് ഉള്ള ഒരു സെറ്റാണ്. ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഇറ്റ് ഈസ് എ ബൈനറി റിലേഷൻ. രണ്ടുപേരുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഇസ് എ ബൈനറി റിലേഷൻ ഡിഫൈൻഡ് ഓൺ ഡി. ഡിയിലെ പോയിന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബൈനറി റിലേഷൻ ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് മാത്രം പോരാ, സാറ്റിസ്ഫൈങ് സർട്ടൺ കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഫോർ എനി MNP element of MNP 3 points of D, ഇങ്ങനെ ഏത് 3 പോയിന്റ്സിനെ എടുത്താലും M greater than or equal to N, N greater than or equal to P implies M greater than or equal to P. This is a first condition for a directed set. D എന്ന് 3 പേരെ എടുത്താൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. Then second one, for any n element of D, D എന്നൊരു പോയിന്റ് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, N greater than or equal to N എന്ന് എഴുതാൻ പറ്റും. തേർഡ് വൺ, 2 പേരെ തന്ന മൂന്നാമതൊരാളെ ഒരു പ്രത്യേക രീതിയിൽ കണ്ടുപിടിക്കാം. ഫോർ ഓൾ MN element of D, ഇങ്ങനെ 2 പേരെ തന്നാൽ there exists P element of D such that P greater 2 പേരെക്കാളും വലുതാണെന്നുള്ളതാണ് പ്രത്യേകത. വലുതെന്നാണല്ല, P greater than or equal to M, ഇവിടുത്തെ greater than or equal to ഉപയോഗിച്ച് എഴുതാം. P greater than or equal to N ഇങ്ങനെ എഴുതാം. Then this pair D greater than or equal to is said to be a directed set. And we say that instead of saying D to be a directed set, we say that the relation greater than or equal to directs the set D. Directs the set D. അപ്പോൾ 2 തരത്തിൽ പറയാം. D ഒരു ഡയറക്റ്റഡ് സെറ്റ് എന്ന് പറയാം. റിലേഷനെ പറ്റിയാണെങ്കിൽ റിലേഷൻ ഡയറക്ട്സ് ദ സെറ്റ് D എന്ന് നമുക്ക് പറയാം. അതിൽ ഏറ്റവും നമുക്ക് എളുപ്പം കാണാവുന്ന ഒരു എക്സാമ്പിൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ വേറെ ആയിട്ട് എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ ദ യൂഷ്വൽ സെൻസ്. നമ്മൾ കമ്പാരിസൺ ഉപയോഗിക്കുന്ന യൂഷ്വൽ സെൻസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ തന്നെ. നാച്ചുറൽ നമ്പേഴ്സിലായതുകൊണ്ട് പറയാം. നാച്ചുറൽ നമ്പേഴ്സിൽ അങ്ങനെ യൂഷ്വൽ ഓർഡറിങ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പരിഗണിച്ചാൽ അവിടെ 3 പേരെ തന്നു. M greater than or equal to N, N greater than or equal to P. 3 നാച്ചുറൽ നമ്പേഴ്സിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ M greater than or equal to P ശരിയാണ് എന്ന് നമുക്കറിയാം. ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും N greater than or equal to N എഴുതാം. ഏത് 2 നാച്ചുറൽ നമ്പർ എടുത്താലും അതിനേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പറിനെ
കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതും ക്ലിയർ ആണ്. നമുക്ക് വെരിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾ ദീസ് 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. സോ n greater than or equal to in the usual sense is a directed set, or the relation greater than or equal to usual ordering directs the set n. Give examples. Define directed set and give 2 examples എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. This is the first example, n greater than or equal to. വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല, ഇത് വെറുതെ എഴുതി വെച്ചാൽ മതി. ഫോർ എം എൻ ബി എലമെന്റ് ഓഫ് ഡിക്ക് പകരം m greater than or equal to n greater than or equal to p implies m greater than or equal to p. For all n element of n greater than or equal to. For all mn element of n, there exists p element of n, another natural number which is greater than, ഇപ്പോൾ greater than എന്നുള്ള അർത്ഥം തന്നെ, which is greater than or equal to m and greater than or equal to n. അതങ്ങനെ കണ്ടീഷൻസ് എഴുതി കാണിച്ചാൽ മാത്രം മതിയാവും. Now, another example is the neighborhood system, eta x. eta x നെയ്ബർഹുഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റഡ് സെറ്റ് എഴുതുന്ന പെയർ ആയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. eta x എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് നെയ്ബർഹുഡ്സ് ഓഫ് എക്സ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ അണ്ടർലൈൻ സെറ്റ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ് എന്ന് പറയുന്ന പോയിന്റ് നെയ്ബർഹുഡ്സ് കുറച്ച് സെറ്റുകളാണ്. ക്യാപിറ്റൽ എക്സ് വരുമ്പോൾ അതിന്റെ സബ്സെറ്റുകളാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് സെറ്റുകളാണ്. അപ്പോൾ ഇവിടെ വലുത് എന്നുള്ള അർത്ഥമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ എന്നുള്ളൂ. മുമ്പേ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിലായിരുന്നപ്പം കമ്പാരിസൺ ഉപയോഗിക്കുന്ന വലുതാണ് എന്നുള്ള ആ സിമ്പിൾ തന്നെയാണ് വന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല എന്നുള്ളത് കാണിക്കാനും കൂടി ഈ എക്സാമ്പിൾ നല്ലതാണ്. eta x വിത്ത് സബ്സെറ്റ്ഹുഡ്. ഈ സബ്സെറ്റ്ഹുഡിനെയാണ് നമ്മളിപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വിളിക്കുക. So we are going, this is also a directed set or subset directs the neighborhood system at x. ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? Given a topological space x, then suppose that u, v are neighborhoods of x. u, v, then there is another w, u, v, w, element of eta x. Then u m greater than or equal to n പോലെ u is a subset of v. v is a subset of w. ഉദാഹരണം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. u implies u is a subset of w. u subset of v എന്ന് പറയുമ്പോഴാണ് u greater than or equal to v എന്ന് എഴുതുക. v subset of w എന്ന് പറയുമ്പോഴാണ് v greater than or equal to w എന്ന് എഴുതുക. അപ്പോൾ u subset of w എന്ന് കിട്ടി, u greater than or equal to w. അപ്പോൾ m n b നമ്പേഴ്സിന് ഉപയോഗിക്കുന്ന പോലെ എം എൻ ബി എന്നല്ല, ഇവിടെ സെറ്റുകളാണ്. അപ്പോൾ യു വി ഡബ്ല്യു സെറ്റുകൾ ഉപയോഗിക്കും. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് വാലിഡ് ഇഫ് യു വി ഡബ്ല്യു ആർ ഓൾ നൈബർഹുഡ്സ് ഓഫ് ദ സെയിം പോയിന്റ് എക്സ്. ആൻഡ് ഇഫ് വി കൺസിഡർ എ സിംഗിൾ എലമെന്റ് ഓഫ് eta x, u element of eta x implies u is a subset of u എന്ന് നമുക്കുണ്ട്. So u greater than or equal to u is valid. Then third one, given 2 members of eta x. അപ്പോൾ നമുക്ക് u v മൂന്നാമത്തെ കണ്ടീഷൻ വെരിഫൈ ചെയ്യാൻ പോകുമ്പം this is 1, this is 2. To verify the third condition, 2 members u v element of eta x എടുത്തു. Then whether there exists another member such that greater than or equal to എന്ന് പറയുമ്പോൾ സബ്സെറ്റ്ഹുഡ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ യു വി എക്സിന്റെ നെയ്ബർഹുഡ് ആണെങ്കിൽ യുവിന്റെയും വിയുടെയും സബ്സെറ്റ് ആയിട്ടുള്ള പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ പോലെ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാവുന്ന ഒരു സെറ്റിനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും യു ഈസ് എ സബ്സെറ്റ് ഓഫ്, വി ഈസ് എ സബ്സെറ്റ് ഓഫ്, എവിടുന്ന് വേണം eta x എന്ന് വേണം എന്ന് പറയാൻ പറ്റുന്ന ന്യൂ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ്. ഇവിടെ വരാൻ പോകുന്ന സെറ്റ് സബ്സെറ്റ് ഓഫ് യു എന്നും സബ്സെറ്റ് ഓഫ് വി എന്നും പറയണം. അങ്ങനെ പറയാൻ പറ്റുന്ന നെയ്ബർഹുഡ് ഓഫ് എക്സും വേണം. നമുക്ക് നെയ്ബർഹുഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടി അറിയാം. യു ഇന്റർസെക്ഷൻ വി ഈസ് എ മെമ്പർ ഓഫ് eta x and u intersection v is a subset of u. u intersection v is a subset of v. ഇതിനെ വേണേൽ w എന്ന് വിളിക്കാം. u intersection v w എന്ന് വിളിച്ചാൽ w subset of u. സബ്സെറ്റ് എന്ന് പറയുമ്പോഴാണ് w greater than or equal to u എന്ന് പറയുന്നത്.
W greater than or equal to V. U intersection V element of eta x1. So all the three conditions are satisfied. അപ്പോൾ വലുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ വേണമെന്നില്ല. ഈ സിമ്പിളിന് വ്യാപകമായ അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ എക്സാമ്പിൾ നല്ലതാണ്. പിന്നെ ഒന്നിന് കൂടുതൽ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. Then after defining directed set, we can define net. Net in a set X. In a set capital X. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Net in a set capital X is a function. അതൊരു ഫംഗ്ഷൻ ആണ്. Net is a function. ഫംഗ്ഷൻ ആകുമ്പോൾ ഡൊമൈനും കോഡൊമൈനും ഒക്കെ ഉണ്ടാവണം. നെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ക്യാപിറ്റൽ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. സീക്വൻസിനെ ഒക്കെ ഡിനോട്ട് ചെയ്യുന്ന പോലെ എസ് ഫ്രം നെറ്റ് ഇൻ എക്സ്, എസ് ഫ്രം ഡി ടു എക്സ്, വെർ ഡി ഈസ് എ ഡയറക്റ്റഡ് സെറ്റ്. അതാണ് ഡയറക്റ്റഡ് സെറ്റിന്റെ ആവശ്യം നമുക്ക് വന്നത്. അപ്പോൾ പോയിന്റ്സിനെ, സെറ്റിലെ പോയിന്റ്സിനെ കമ്പയർ ചെയ്യാൻ, ഓർഡറിങ് തീരുമാനിക്കാൻ നമുക്കൊരു റിലേഷൻ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഡയറക്റ്റഡ് സെറ്റ് വേണമെന്ന് നമ്മൾ പറയുക. എസ് ഫ്രം ഡി ടു എക്സ്, വെർ ഡി ഈസ് എ ഡയറക്റ്റഡ്, എനി ഡയറക്റ്റഡ് സെറ്റ്. അത് നമ്പേഴ്സ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. എസ് ഫ്രം ഡി ടു എക്സ്, ഡി ഈസ് എ ഡയറക്റ്റഡ് സെറ്റ്, then S is a net in the set X. And sequence is a special case, since S is sequence is a correspondence from natural numbers to a given set X. S from n to X, natural numbers നമുക്കിപ്പോൾ യൂഷ്വൽ ഓർഡറിങ് ഉപയോഗിച്ച് ഡയറക്റ്റഡ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസ് ഓഫ് നെറ്റാണ്. ഇതൊരു നെറ്റാണ്. പക്ഷെ ഇത് കൂടാതെയും നമുക്ക് n നാച്ചുറൽ നമ്പേഴ്സ് അല്ലാതെയും ഡയറക്റ്റഡ് സെറ്റ്സ് ഉപയോഗിച്ച് സീക്വൻസ് ഡിഫൈൻ ചെയ്യാം എന്നല്ല, സീക്വൻസ് പോലെ ഒരു ജനറലൈസേഷൻ. ഇത് നെറ്റ്, ദിസ് ഈസ് സീക്വൻസ്. സീക്വൻസിന്റെ ടേംസ് എഴുതിയതുപോലെ നമുക്ക് നെറ്റിന്റെ ടേംസിനെയും ഇപ്പോൾ എഴുതാം. ഫോർ എനി n എലമെന്റ് ഓഫ് ഡി ഇവിടെ എഴുതുന്നത്, n എലമെന്റ് ഓഫ് എന്നിൽ നമ്മൾ എഴുതുമായിരുന്നു. അതുപോലെ n എലമെന്റ് ഓഫ് ഡി എടുത്തിട്ട് എം എൻ ബി എന്നൊക്കെയല്ലേ നമ്മൾ ഡയറക്റ്റഡ് സെറ്റിലെ പോയിന്റ്സിന് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നിൽ അപ്ലൈ ചെയ്താൽ എസ് ഓഫ് എൻ എന്ന് എഴുതാം. എസ് ഓഫ് എന്നിനെ നമ്മൾ ഇങ്ങനെയും സീക്വൻസ് ടൈം എസ് എൻ എഴുതുന്നത് പോലെ ഇങ്ങനെയും എഴുതും. ദ ഫംഗ്ഷൻ എസ് ഹാസ് ദ വാല്യൂ എസ് ഓഫ് എൻ ഫോർ എൻ എലമെന്റ് ഓഫ് ഡി ആൻഡ് എസ് ഓഫ് എൻ ഈസ് ഡിനോട്ടഡ് ബൈ എസ് എൻ. അപ്പോൾ ഇതാണ് ഒരു നെറ്റ്. നെറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫംഗ്ഷൻ ഫ്രം എ ഡയറക്റ്റഡ് സെറ്റ്, നെറ്റ് ഇൻ എക്സ് പറയുകയാണെങ്കിൽ 2x, എക്സ് ആയിരിക്കും അതിന്റെ കോളമൈൻ. ഡി ഈസ് എ ഡയറക്റ്റഡ് സെറ്റ്. ഇതുപോലത്തെ ഒരു പ്രത്യേക കേസാണ് എസ് ഫ്രം എൻ ടു എക്സ്. ഡയറക്റ്റഡ് സെറ്റ്സ് ഒത്തിരി ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സിനെ ഡയറക്റ്റഡ് സെറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ റീലിൽ പറഞ്ഞുകൊണ്ടിരുന്ന സീക്വൻസ് കിട്ടും എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് കൺവേർജൻസിന്റെ കൺസെപ്റ്റ് ആണ്. ടോപ്പോളജിക്കൽ സ്പേസിലാണ് കൺവേർജൻസ് പറയുക. നെറ്റിന്റെ കൺവേർജൻസ് ഇപ്പോൾ നമ്മൾ നെറ്റ് ഡിഫൈൻ ചെയ്യും. നെറ്റിന്റെ കൺവേർജൻസ് ഗിവൺ എ സീക്വൻസ് എസ് ഫ്രം ഡി ടു എക്സ് ആൻഡ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്റ്റോ. ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്റ്റോ ഉണ്ട്. സീക്വൻസ് എസ് ഫ്രം ഡി ടു എക്സ്. കോഡൊമൈനിൽ ടോപ്പോളജി ഉണ്ട്, മറ്റേത് ഡയറക്റ്റഡ് സെറ്റ്, അവിടെ ടോപ്പോളജിയുടെ ആവശ്യമുണ്ട്. Then S is said to converge to a point x element of x. S converges to x element of capital X. Capital X ലെ ഒരു പോയിന്റിലേക്ക് സീക്വൻസിന്റെ ടേംസ് എസ് ഓഫ് എൻ ആണ്, അത് എക്സിൽ കിടക്കുന്നതാണ്. കൺവേർജസ് ടു എ പോയിന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് കൺവേർജൻസ് നമ്മൾ സീക്വൻസിന് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ. ഇഫ് ഫോർ എനി ഓപ്പൺ സെറ്റ് യു കണ്ടെയ്നിങ് ദ പോയിന്റ് എക്സ്, എക്സ് ടോ ടോപ്പോളജിക്കൽ സ്പേസ്, അപ്പോൾ ടോയിലെ മെമ്പർ ആണ് യു. If for any open set U containing X, there X is M element of the directed set D. നമ്മൾ നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല അതുപോലെ. Such that for all n element of D, n greater than or equal to M, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ ടേംസും ആ ഓപ്പൺ സെറ്റിലാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ് ഓഫ് എൻ അല്ലെങ്കിൽ എസ് എൻ എന്ന് നമ്മൾ എഴുതുന്നത് നമ്മൾ എക്സ് എടുത്ത ഓപ്പൺ സെറ്റ് യുവിലാണ്. എക്സിലേക്ക് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു, അല്ലെ എക്സിലേക്ക് നെറ്റ് കൺവേർജ് ചെയ്യുന്നു. എസ് എന്ന് പറഞ്ഞാൽ നെറ്റ് കൺവേർജ് ചെയ്യുന്നു, അല്ലെ എക്സിനെ ഈ നെറ്റിന്റെ ലിമിറ്റ് എന്നും പറയാം. കൺവേർജൻസ് ഓർ ലിമിറ്റ് ഓഫ് സീക്വൻസ് എന്നും പറയാം. അങ്ങനെ പറയാൻ ഏത്
ഈ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സ്റ്റേജ് ഡയറക്റ്റഡ് സെറ്റിലാണ്. നെറ്റിന്റെ മുഴുവൻ ടൈംസും അവിടെയാണ്.